ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴ് സംവിധായകൻ റാമിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി, സൂര്യ, അഞ്ജലി എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന തമിഴ് സിനിമയാണ് ഏഴുകടൽ ഏഴുമലൈ. ചിത്രത്തിന്റെ ആദ്യ ഗ്ലിംസിന്റെ അപ്ഡേറ്റ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഗ്ലിംസ് അടുത്ത ആഴ്ച ജനുവരി 2-ാം തീയതി വൈകിട്ട് 5:01 പുറത്തു വരും. 2022-ൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 2024-ൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പുഷ്പയ്ക്ക് ശേഷം അല്ലു അർജുൻ അഭിനയിക്കുന്ന രണ്ടാമത്തെ സിനിമ കൂടി കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ഒരു സിനിമ ഇതിനോടൊപ്പം അതിനെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ത്രിവിക്രം സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഇപ്പോഴത്തെ അറ്റ്ലി സംവിധാനം ചെയ്യുന്ന അല്ലു അർജുൻ നായകനെത്തുന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട്. നേരത്തെ ജവാൻ എന്ന സിനിമയിൽ അല്ലു അർജുനെ കാമിയോ റോളിന് വേണ്ടി അറ്റ്ലി സമീപിച്ചതായിട്ടും വാർത്തകൾ ഉണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയ്ക്ക് സൂപ്പർ സിന്ദഗി എന്ന് പേരിട്ടിരിക്കുകയാണ്. ധ്യാൻ, മുകേഷ്, പാർവതി നായർ തുടങ്ങിയവർ സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേരിട്ടിരിക്കുകയാണ്. ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ, അർജുൻ അശോകൻ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. എസ്ര സംവിധാനം ചെയ്ത് ജയ് സംവിധാനം ചെയ്യുന്ന അടുത്ത മലയാളം സിനിമയാണ് ഗർ. സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്നു. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ദേവര ജൂനിയർ NTR നായകനെത്തുന്ന ഏറ്റവും പുതിയ വമ്പൻ തെലുഗു പാനന്തൻ സിനിമയാണല്ലോ. അടുത്ത വർഷം ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അനിരുദ്ധ് സംഗീതം നൽകുന്ന സിനിമയുടെ ടീസർ അണിയറയിൽ ഒരുങ്ങുകയാണ്. ടീസർ അടിപൊളി എന്നൊരു സൂചനയാണ് അനിരുദ്ധ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത്. ഉടനെ ടീസർ റിലീസ് ചെയ്യും. ദിലീപിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് D149 എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമ. നടനും സംവിധായകനുമായ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ദിലീപ് നായകനെത്തുന്ന സിനിമയുടെ ടൈറ്റിൽ, ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെ അടുത്ത വർഷം ആദ്യം പുറത്തുവരും. ഒരു കോമഡി റൊമാന്റിക് എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഈ 2024 വർഷത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട മലയാളം റിലീസ് ആണല്ലോ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടേത്. ജയറാം നായകനെത്തുന്ന സിനിമയുടെ പ്രൊമോ കണ്ടന്റുകൾ ഈ ആഴ്ച മുതൽ വന്നു തുടങ്ങുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കൂ. ഇന്ന് തമിഴിലെ അടുത്ത വമ്പൻ സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് തമിഴ്നാട്ടിൽ നടക്കുകയാണ്. ശിവകാർത്തികേയൻ നായകനെത്തുന്ന ഐലാൻഡ് പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ജനുവരിയിലെ ആദ്യ ആഴ്ച പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ അപ്ഡേറ്റുകൾ കേട്ട്. 100-ലധികം ദിവസങ്ങൾ ചിത്രീകരിച്ച മമ്മൂട്ടി കമ്പനിയുടെ ഇതുവരെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകളിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ കണ്ണൂർ സ്ക്വാഡ്. അതിനുശേഷം വീണ്ടും 100-ലധികം ദിവസങ്ങൾ ചിത്രീകരിക്കാനായിട്ടിരിക്കുന്ന അടുത്ത മമ്മൂട്ടി ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ. സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ഫെബ്രുവരി 19 മാത്രമേ സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കുകയുള്ളൂ എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വമ്പൻ ബഡ്ജറ്റിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടും കാത്തിരിക്കൂ.